കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിൽ നമ്മൾ വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുമിച്ചായിരിക്കുമ്പോൾ ദൈവവചനം നമ്മുടെ ജീവിതത്തിനകത്ത് പ്രത്യാശയും ധൈര്യവും ഉറപ്പും തരുന്ന കർത്താവിൻ്റെ വചനം ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് വലിയ വിടുതലായിത്തീരും. നമുക്ക് അതിന് തുടക്കമായിട്ട് യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന് 33-ാം വാക്യത്തിൽ നിന്ന് ആരംഭിക്കാം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന് 33-ാമത്തെ വാക്യം. ജോൺ ചാപ്റ്റർ 16 വേഴ്സ് 33. നിങ്ങൾക്കു എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിനു ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. പ്രൈസ് ഗാഡ്. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പൊ നമുക്ക് തരുന്നൊരു ഉറപ്പിതാണ്, ലോകത്ത് നിങ്ങൾക്ക് ഉപദ്രവമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുക, ഞാൻ ജയിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകാനായിട്ട് പറയുക. എന്നാൽ വീണ്ടും നമുക്ക് വായിക്കാം 1 യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ അതിന്റെ 4-5 വാക്യങ്ങൾ. 1 John chapter 4 verse 4 chapter 5 verse 4 and 5. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. അപ്പൊ അവിടെ വായിച്ചു, യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവനല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നവൻ? അപ്പൊ അവിടെ വളരെ കൃത്യമായിട്ട് പറയുന്നൊരു കാര്യം, യേശുവിനെ ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പൊ അതായത് യോഹന്നാന്റെ സുവിശേഷം 16:33 പറഞ്ഞ് ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞിട്ട്, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന് 33-ാം വാക്യത്തിൽ യേശു ലോകത്തെ ജയിച്ചു എന്ന് പറഞ്ഞിട്ട് 1 യോഹന്നാന്റെ ലേഖനം 5-4-5 വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിച്ചവൻ അല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിച്ചവൻ? അപ്പൊ നമ്മൾ ആരാണ്? ലോകത്തെ ജയിച്ചവരാ. ഒന്ന് പറഞ്ഞ, ഞാൻ ലോകത്തെ ജയിച്ചവനാ. ലോകത്തിൽ പലവിധമായ വെല്ലുവിളികളുണ്ട്, പക്ഷെ ഞാൻ അതിനെ എല്ലാം ജയിച്ചവനാണ്. ഞാൻ എല്ലാ ലോകത്തിലുള്ള സകല കാര്യത്തെയും ഞാൻ ജയിച്ചവനാ. ആമേൻ. ഞാൻ ജയിച്ചവനാ. പ്രൈസ് ഗാഡ്. ലോകത്തിലുള്ള സകല കാര്യങ്ങളും ഞാൻ ജയിച്ചവനാ. അപ്പൊ ഞാൻ ജയാളിയാണ്, ജയിച്ചവനാ. ഞാൻ ജയിച്ചവനാണ് എന്ന് അവിടെ പറയുമ്പോൾ, അപ്പൊ ഇന്ന് കഴിഞ്ഞ ചില ദിവസങ്ങൾക്കും എനിക്ക് തോന്നുന്നു 1 വർഷത്തിന് മുമ്പ് 1.5 വർഷത്തിന് മുമ്പ് പറഞ്ഞൊരു മെസ്സേജ് ഉണ്ട്. അതിന്റെ കുറച്ചുകൂടെ ക്ലാരിറ്റിയോടെ അന്ന് പലരും എനിക്ക് സംശയം ചോദിച്ച് പല ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചിരുന്നു. പക്ഷെ കറക്റ്റായിട്ട് മറുപടി പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറ്റിയില്ല. പക്ഷേ മറുപടി പറഞ്ഞു എന്നും പറയാം. എന്നാൽ അതിന്റെ ക്ലാരിറ്റിയോടൊന്ന് മറുപടി നൽകാനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്ക് വായിക്കാം വെളിപ്പാട് പുസ്തകം അതിന്റെ 2-ാം അധ്യായം 17-ാം വാക്യം. വെളിപ്പാട്, റെവലേഷൻ ചാപ്റ്റർ 2 വേഴ്സ് 17. വെളിപ്പാട് പുസ്തകം റെവലേഷൻ ചാപ്റ്റർ 2 വേഴ്സ് 17. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ഞാൻ അവന് വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാഞ്ഞതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും കൊടുക്കും. ഞാൻ അതിന്റെ അവസാന ഭാഗമാണ് എടുക്കുന്നത്. ആരും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും വെള്ളക്കല്ലിൽ എഴുതിയുമായ ഒരു പുതിയ പേര് കൊടുക്കും. എന്ത് കൊടുക്കും? ഒരു പുതിയ പേര്. അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ കേട്ടോ. അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അങ്ങനെ ഒരു പുതിയ പേര് അവർക്ക് കൊടുക്കും. ആർക്കാണ്? ജയിച്ചവന്. ആർക്കാ? ജയിച്ചവന്. ആരാ ജയിച്ചവൻ? യേശുവിനെ ക്രിസ്തുവെന്ന് വിശ്വസിച്ചവൻ ജയിച്ചവൻ. അപ്പൊ ആ ജയിച്ചവന് കിട്ടുന്ന പ്രത്യേകത എന്താ? ഒരു പുതിയ പേര്. അപ്പൊ ഇന്ന് ബ്രദർ ഇതിനു മുമ്പൊരു സാക്ഷ്യം പറഞ്ഞല്ലോ, ചിലപ്പോൾ അതിനുവേണ്ടി ആയിരിക്കും ഞാനത് അങ്ങനെ ഒരു അവസരം ആ ഒരു സമയത്ത് തന്നത്. ഇന്ന് കർത്താവിനോട് പറഞ്ഞ കാര്യമാണ്, ചില ലിസ്റ്റുകൾ ഇന്ന് ചിലരുടെ പേര് ഞാൻ വെട്ടിമാറ്റും. കടഭാരത്തിനകത്തുനിന്ന് ചിലരുടെ പേര് മാറ്റും. രോഗികളുടെ പട്ടിക എന്ന് ചിലരുടെ പേരെഴുതി മാറ്റും. പാപികളെന്ന് വിധി എഴുതിയ ചിലരുടെ പേര് അതിൽ നിന്ന് വെട്ടിമാറ്റും. ചിലരുടെ പേരുകൾ ചില ലിസ്റ്റുകളിൽ നിന്ന് മാറ്റി പുതിയ ചില ലിസ്റ്റുകളിലേക്ക് ചില പേര് ആഡ് ചെയ്യാൻ പോവാം.
അപ്പൊ ഇവിടെ പറഞ്ഞ് ജയിച്ചവന് ഞാനൊരു പുതിയ പേര് കൊടുക്കും. ജയിച്ചവന് ഞാനൊരു പുതിയ പേര് കൊടുക്കും. പേരെന്താന്ന് അറിയണ്ടേ? 3-ാം അധ്യായം 12-ാം വാക്യം, Revelation chapter 3 verse 12. ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും, അവൻ ഒരിക്കലും അവിടെ നിന്നും പോകയില്ല. എൻ്റെ നാമത്തിന്റെ നാമവും എൻ്റെ ദൈവത്തിന്റെ പക്കൽ നിന്നുള്ള സ്വർഗത്തിൽ നിന്നും തന്നെ ഇറങ്ങുന്ന പുതിയ യെരൂശലേം എന്ന എൻ്റെ ദൈവത്തിൻ നഗരത്തിന്റെ നാമവും എൻ്റെ പുതിയ നാമവും ഞാൻ അവന്റെ മേൽ എഴുതും. നിങ്ങള് ഈ രണ്ട് വാക്യം, അതായത് 2:17 പറയും, ഞാൻ അവനൊരു പുതിയ പേര് കൊടുക്കും. ഞാൻ അവനൊരു പുതിയ പേര് കൊടുക്കും. ഞാൻ അവനൊരു പുതിയ പേര് കൊടുക്കും. എന്നിട്ട് 3:12 പറയുക, ഞാൻ അവന് കൊടുക്കുന്ന പുതിയ പേരെന്താണെന്നറിയാമോ? ആ അവസാനം ഒന്ന് വായിച്ച ബ്രദറെ, അവസാനത്തെ അല്ല, സെന്റൻസ് മാത്രം ഒന്ന് വായിച്ച. എന്റെ പേര്, എന്റെ ദൈവത്തിൻ നഗരത്തിന്റെ നാമവും എന്റെ പുതിയ നാമവും, എന്റെ പുതിയ നാമം. അതായത് ഞാൻ അവർക്ക് കൊടുക്കുന്ന പുതിയ നാമം ആരുടെ നാമം എന്നറിയോ? എന്റെ നാമം അവരുടെ മേൽ എഴുതും. ആമേൻ, ഹല്ലേലൂയ. എന്റെ നാമം, എന്റെ നാമം, അതായത് ഹല്ലേലൂയ, ക്രിസ്തു എന്ന ആ നാമം, അതായത് ദൈവപുത്രൻ എന്ന നാമം, ദൈവത്തിന്റെ പുത്രൻ എന്ന നാമം നമ്മുടെ മേൽ എഴുതും. ഹല്ലേലൂയ. നമ്മുടെ മേൽ എഴുതും. അവന്റെ പേര് നമ്മുടെ മേൽ എഴുതും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ഇത് ബൈബിളിലെ വാക്കാണ്. ന്യായവിധി ആരംഭിച്ചിരിക്കുന്നു, പ്രശ്നം തുടങ്ങിയിരിക്കുന്നു, ഇതാ അന്തിക്രിസ്തു വാതുക്കെ വന്ന് നിൽക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ, കാഹളം ധ്വനിക്കാൻ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ, ഇല്ലെങ്കിൽ എല്ലാവരും തകർക്ക്, ഇപ്പം എല്ലാം തീരാൻ പോവാ, 666 വരാൻ പോവാന്ന് കേൾക്കുമ്പോൾ ഉള്ള ആ ഒരു സന്തോഷമെങ്കിലും ഇത് കേൾക്കുമ്പോൾ ഉണ്ടാകണേ, അല്പം അത്രയെങ്കിലും. അതായത് ഹല്ലേലൂയ, ആമേൻ, അവന്റെ നാമം നമ്മുടെ പേരിൽ എഴുതുമെന്ന്. അവന്റെ നാമം, അവന്റെ നാമം, അവന്റെ പേര്. യെസ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർ തയ്യാറുണ്ട്? ഇന്ന് നിങ്ങളുടെ മേൽ അവന്റെ പേര് എഴുതാൻ പോവാ. നിങ്ങളുടെ മേൽ അവന്റെ പേര് എഴുതാൻ പോവാ. യേശുവിനെ കർത്താവെന്ന് വിശ്വസിച്ചവനെല്ലാം ജയിച്ചവന് ഞാൻ എന്റെ പേരെഴുതും. എന്റെ പേര് അവന്റെ മേൽ എഴുതും. എന്റെ പേര് അവന്റെ മേൽ എഴുതും. ഇന്ന് രാത്രി ചിലരുടെ മേൽ എന്റെ കർത്താവ് പറയുക, എന്റെ നാമം അവരുടെ മേൽ എഴുതാൻ പോവാ. രോഗം നിന്റെ മേൽ കിടക്കാണ്. രോഗി എന്ന പേര് മാറ്റി ക്രിസ്തു എന്ന നാമം. ശാപഗ്രസ്തൻ എന്ന പേര് മാറ്റി ക്രിസ്തു എന്ന നാമം. തകർന്നവൻ എന്ന പേര് മാറ്റി ക്രിസ്തു എന്ന നാമം. തോറ്റവൻ എന്ന പേര് മാറ്റി ക്രിസ്തു എന്ന നാമം. രോഗി എന്ന പേര് മാറ്റി ക്രിസ്തു എന്ന നാമം. പ്രായമായവൻ, തീർന്നുപോയവൻ, ക്ഷീണിതൻ, ദരിദ്രൻ എന്ന പേര് മാറ്റി ക്രിസ്തു എന്ന നാമം. ഇന്ന് ചിലരുടെ മേൽ ആ പുതിയ നാമം, യേശുവിന്റെ നാമത്തിൽ അവന്റെ നാമം ചിലരുടെ മേൽ ഇന്ന് രാത്രി എഴുതി ചേർക്കുന്നു. അവന്റെ നാമം ഇന്ന് രാത്രി, ഓ ഹല്ലേലൂയ, ചിലരുടെ ജീവിതത്തിൽ അത് ഇന്നു വരെ ഹല്ലേലൂയ, അവർക്ക് ഒരു ഗതിയും ഹല്ലേലൂയ, ഒരു വിധത്തിലും ഒരു ഗതിയും ഇല്ലാത്ത പോലെ കടന്നെങ്കിൽ ഇന്ന് രാത്രി കർത്താവ് നിന്റെ പേര്, ആമേൻ, ഹല്ലേലൂയ, നിന്റെ പേര് ഞാൻ മാറ്റിയിട്ട് നിന്റെ പേരിന്റെ സ്ഥലത്ത് ഞാൻ എന്റെ പേര് എഴുതി ചേർക്കാൻ പോവാ. നിന്റെ പേര് മാറി, നിന്റെ പേര് കേൾക്കുമ്പോ എന്റെ പേര് കേൾക്കുന്ന പോലെ, എന്റെ പേര് കേൾക്കുമ്പോ നിന്റെ പേര് പറയുന്ന പോലെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആമേൻ, ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തില് 70 പേര് പോയിട്ട് വന്ന് പറഞ്ഞ കാര്യമുണ്ട്. നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ കീഴടങ്ങി, നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ കീഴടങ്ങി, നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ കീഴടങ്ങി. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ പറയാം, ഇന്ന് നിങ്ങളുടെ പേര് ജയിച്ചു കഴിഞ്ഞപ്പോ മുതൽ ഇനി നിങ്ങളുടെ മേൽ നിങ്ങളുടെ പേരില്ല, നിങ്ങളുടെ പേരിൽ അവന്റെ പേരെഴുതി ചേർക്കുക. ഓ ജീസസ്, ഇന്ന് രാത്രിയിൽ എത്ര പേർ ഹല്ലേലൂയ, ഇന്ന് ഈ പേരിന്റെ കാര്യം പറയുമ്പോൾ തന്നെ ചില ശരീരങ്ങളിൽ നിന്ന് ഹല്ലേലൂയ, ഇന്ന് രാത്രി യേശുവിനാമത്തിൽ ചില പേരുകളെ, യെസ്, അവന്റെ പേര്, ഹല്ലേലൂയ. ഞാൻ 2 വാക്യം എൻ്റെ ഹല്ലേലൂയ, ആമേൻ, എനിക്ക് ഹല്ലേലൂയ, അത് അതുപോലെ എനിക്ക് കിട്ടിയതുപോലെ ഞാൻ നിങ്ങളോട് വായിച്ച് കേൾപ്പിക്കാനായിട്ടൊന്ന് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. അതിന്റെ 2-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ, ആമേൻ. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ആമേൻ, ഹല്ലേലൂയ, ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ ഒരു പുതിയ പേര് അവന് കൊടുക്കും, ഒരു പുതിയ പേര് അവന് കൊടുക്കും. എന്നിട്ട് 3-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ വളരെ മനോഹരമായിട്ട് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു,
വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, ആമേൻ. എന്റെ ദൈവത്തിന്റെ നഗരത്തിന്റെ നാമവും എന്റെ പുതിയ നാമവും എന്റെ പുതിയ നാമവും ഞാൻ അവന്റെ മേൽ എഴുതും. ആരുടെയാ? യേശുവിന്റെ പുതിയ നാമം, അവന്റെ പുതിയ പേര് നമ്മുടെ മേൽ എഴുതി ചേർത്തിരിക്കുക. ഹല്ലേലൂയ, അവന്റെ പുതിയ പേര് നമ്മുടെ മേൽ എഴുതി ചേർത്തിരിക്കുക. ഇതുവരെ നീ വേറെ ചില പേരിന്റെ ഹല്ലേലൂയ പേരാണ് നിനക്കുണ്ടായിരുന്നെങ്കിൽ ആ പേര് അല്ല ഇനി നിന്നെ കുറിച്ച് പറയുന്നത്. ആമേൻ. എന്റെ കർത്താവിന്റെ പേര് നിന്റെ പേരിന്റെ മേൽ എഴുതി ചേർത്തിരിക്കുക. ആമേൻ. Revelation chapter 14 verse 1 എന്ന് വായിക്കാമോ? Revelation chapter 14 verse 1. Revelation chapter 14 verse 1. പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ നെറ്റിയിൽ അവന്റെ നാമവും പിതാവിന്റെ നാമവും എഴുതിയിരിക്കുന്ന Praise the Lord. ചിന്തിച്ചു നോക്കിയ പ്രിയപ്പെട്ടവരുടെ വചനം നല്ല തീ പോലെ നിൽക്കുന്നത്. ആമേൻ. ഇതിനകത്ത് എനിക്ക് ശാന്തമായിട്ട് പറയാൻ തോന്നുന്നില്ല. ഇവിടെ പറയുന്ന ഒരു കാര്യം ഇതാണ്. ഹല്ലേലൂയ, അവിടെ ആമേൻ കുറെ പേര് അവിടെ നിൽക്കുക. അവരെ ഞാൻ കണ്ടപ്പോ എങ്ങനെ കണ്ടെന്നറിയാമോ? അവരുടെ നെറ്റിയിൽ ഒരു കാര്യം ഞാൻ കണ്ടു. അവന്റെ നാമം, ഹല്ലേലൂയ, പിതാവിന്റെ നാമം, ഹല്ലേലൂയ, പിതാവിന്റെ നാമം, എന്റെ നാമം, പിതാവിന്റെ നാമം, എന്റെ നാമം, പിതാവിന്റെ നാമം, എന്റെ നാമം. അവിടെ വന്നിരിക്കുന്ന ഹല്ലേലൂയ, അവിടെ കൂടിയിരിക്കുന്ന ആളുകളുടെ പേര് ഹല്ലേലൂയ, അവരുടെ പേര് മാറ്റിയിട്ട് അവരുടെ മേൽ എന്റെ പേര്, പിതാവിന്റെ പേര്, എന്റെ പേര്, പിതാവിന്റെ പേര്, എന്റെ പേര്. ആമേൻ. ആരുടെ പേരാ? പിതാവിന്റെ പേര്, എന്റെ പേര്. ഹല്ലേലൂയ, ആമേൻ. യേശുവിന്റെ പേര്. ഹല്ലേലൂയ. ഇന്ന് എത്ര പേര് ഇന്ന് അവന്റെ പേരെഴുതുമ്പോ തന്നെ ചില ശാപങ്ങൾ കെട്ടുകെട്ടാൻ പോവാ, ചില രോഗങ്ങൾ, ദാരിദ്ര്യങ്ങൾ, ഹല്ലേലൂയ, നിരാശകൾ രാത്രി എന്നേക്കുമായിട്ട് അത് അടിയറോ പറഞ്ഞു ഓടുന്ന രാത്രിയായിട്ട് മാറാൻ പോവാ. നിരാശയുടെ വാക്ക് പറയുന്ന നിർത്ത്, ശാപത്തിന്റെ വാക്ക് പറയുന്ന നിർത്ത്, കരച്ചിലും നിലവിളി നിർത്ത്. ധൈര്യത്തോടെ വിളിച്ചു പറ, എന്നിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിനെ നാളോളം അതിനെ തികയ്ക്കും. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, ആമേൻ. പിതാവിന്റെ പേര് ഹല്ലേലൂയ, ആമേൻ. പിതാവിന്റെ പേര്, അവൻ ഈ 14:1 എഴുതിയിരിക്കുന്ന പിതാവിന്റെ പേര്, അവന്റെ പേര്, പുത്രന്റെ പിതാവിന്റെ പേര് നമ്മുടെ മേൽ എഴുതി ചേർത്തിരിക്കുക. നിങ്ങളുടെ സാഹചര്യങ്ങളെ നിങ്ങൾ അവഗണിക്കണം, നിങ്ങളതിനെ മൈൻഡ് ചെയ്യരുത്. ഇന്ന് ജീവിപ്പിക്കുന്ന കർത്താവിന്റെ കരമാണ് നിങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വീടിനകത്ത്, ഹല്ലേലൂയ, നിങ്ങളുടെ വീടിനകത്ത് അസാധാരണമായ ദൈവപ്രവൃത്തി ഇന്ന് രാത്രി സംഭവിക്കാൻ പോവാ. കാരണം അവന്റെ പേര് നിങ്ങളുടെ മേൽ എഴുതി ചേർത്തിരിക്കുന്നുണ്ട്. ഓ, യേശുവിന്റെ നാമത്തിൽ. എന്നാൽ അതിനോട് ചേർത്ത് ഞാനൊരു കാര്യം പറയാം. പണ്ട് അഹരോന് വിരോധമായിട്ട് ആളുകളെല്ലാം കൂടെ ഒച്ചയും ബഹളം വെച്ചു. അപ്പൊ അവര് പറഞ്ഞു, കർത്താവ് മോശയോട് പറഞ്ഞു, ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോകും, അഹരോനെ ഞാൻ തെരഞ്ഞെടുത്തെന്ന് ഞാൻ പ്രൂവ് ചെയ്യാൻ പോവാ. ഒരു കാര്യം ചെയ്യ്, 12 വടി കൊണ്ടുവരാൻ പറഞ്ഞു. ഗോത്രപിതാക്കന്മാരിൽ 12 പേര് വടി കൊണ്ടുവന്നു. ലേവ്യ ഗോത്രത്തിൽ അഹരോന്റെ പേരെഴുതി, ആ വടിയിൽ അഹരോന്റെ പേരെഴുതി. ആമേൻ. ഹല്ലേലൂയ, ആമേൻ. അഹരോന്റെ പേര് ആ വടിയിൽ എഴുതിയപ്പോ അത് ആമേൻ സമാഗമന കൂടാരത്തിന്റെ ഹല്ലേലൂയ ആമേൻ അകത്തളത്തിലിരുന്ന്, അതായത് അതിവിശുദ്ധ സ്ഥലത്ത് കൊണ്ടുവച്ചു. അവിടെ എന്തില്ല? സൂര്യപ്രകാശമില്ല, അവിടെ നനവില്ല, അവിടെ വേറിറക്കാൻ സാഹചര്യമില്ല. എന്നാൽ അത് പൂത്തു കായ്ച്ചു എന്ന്, തളിർത്തു പൂത്തു കായ്ച്ചു എന്ന് വചനം എഴുതിയിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ പറയേ, ഫലമില്ലാതെ കിടക്കുന്ന നിന്റെ മേൽ, അനുഗ്രഹമില്ലാതെ കിടക്കുന്ന നിന്റെ മേൽ, ഫലമില്ലാതെ കിടക്കുന്ന നിന്റെ മേൽ, പ്രയോജനമില്ലാതെ കിടക്കുന്ന നിന്റെ മേൽ ഇന്ന് അവന്റെ പേരെഴുതുന്ന നിമിത്തം നീ വിശുദ്ധ സ്ഥലത്തിരുന്ന് ആമേൻ ഹല്ലേലൂയ തളിർക്കും പൂക്കും കായ്ക്കും. ഫലമില്ലാതിരുന്ന് നീ ഫലകരമായി മാറാൻ പോവാ. നീ ഫലമുള്ളവനായി മാറാൻ പോവാ. നീ ജയാളിയായി മാറാൻ പോവാ. ഇന്ന് രാത്രി നിന്റെ ശരീരത്തിൽ രോഗമുണ്ടെങ്കിൽ ഇന്ന് രോഗത്തിന്റെ മേൽ ആത്മാവിന് തീ ഇറങ്ങുമ്പോ, യെസ്,
എത്ര മാരക രോഗമാകട്ടെ, നിന്നെ തളർത്തിക്കളയുന്ന, നിന്നെ ഒടുക്കിക്കളയുന്ന, നിന്റെ ജീവനിൽ എഴുന്നേൽക്കാൻ കഴിയാത്തവണ് നിനക്ക് വിരോധമായി പിശാച് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന സകല ലിമിറ്റേഷനും ഇന്ന് രാത്രിയിൽ യേശുവിന്റെ നാമത്തിൽ പൊളിയട്ടെ. തീർക്കാനായിട്ട് വന്ന് നിൽക്കുന്ന ചിലത് ഇനി നിനക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. നിന്നെ തളർത്തി തരിപ്പണമാക്കി അവൻ തീർത്തു കളയാൻ വന്ന് നിൽക്കുന്ന ചിലതിന് മേൽ സ്വർഗത്തിലെ ആത്മാവിന് തീ കത്തുമ്പോ ഇന്ന് രാത്രിയിൽ അതിനുമേൽ ഒരു പുതിയ അഭിഷേകം. ഹല്ലേലൂയ. പുതിയ അഭിഷേകം. ആമേൻ. ഹല്ലേലൂയ. പുതിയ അഭിഷേകം, ഒരു പുത്തൻ അഭിഷേകം. ഹല്ലേലൂയ. ആമേൻ. ബുക്ക് ഓഫ് ഹല്ലേലൂയ റെവലേഷന്റെ വെളിപ്പാട് പുസ്തകം അതിന്റെ 15-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം, 15:4. കർത്താവേ, ആർ നിന്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയും ഇരിക്കും? നീയല്ലോ ഏക പരിശുദ്ധൻ. നിന്റെ ന്യായവിധികൾ വിളങ്ങി വന്നതിനാൽ സകല ജാതികളും വന്ന് തിരുസന്നിധിയിൽ നമസ്കരിക്കും. സോറി, അതിന്റെ 13:8 വായിക്കാം. 13:8. ലോകസ്ഥാപനം മുതൽ അറക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും. കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്തവരൊക്കെ. അപ്പൊ കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തില് പേരെഴുതുമ്പോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഞാൻ പണ്ട് 2 വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. അവിടെ നിങ്ങളുടെ പേരല്ല, ക്രിസ്തുവിന്റെ പേരാണ്. എന്താ സംഭവം എന്നറിയാമോ? ജയിച്ചു കഴിഞ്ഞപ്പോ എന്റെ പേര് മാറ്റി അവന്റെ പേര് എന്റെ പേരിൽ എഴുതി. നിങ്ങൾക്ക് കിട്ടിയോ? 2-ാം അധ്യായം 17-ാം വാക്യം നല്ലപോലെ വായിച്ചു നോക്കിക്കോ. ഇനി നമ്മുടെ പേരില്ല, നമ്മുടെ പേര് മായ്ച്ചിട്ട് അവന്റെ പേര് എനിക്ക് തന്നിരിക്കുക. 3:12, 2:17 ഈ 2 വാക്യം വായിച്ചോ. നമ്മുടെ പേര് മാറ്റി അവന്റെ പേര് തന്നിരിക്കുക. അവന്റെ പേര് തന്നിരിക്കുമ്പോ ഇനി ജീവപുസ്തകത്തിൽ എന്റെ പേരിന് പ്രസക്തി ഇല്ല അവിടെ. എന്റെ പേര് മാറി. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ വേറൊരു വാക്യം കൂടെ, ഈ വാക്യമാണ് എന്നെ ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് കർത്താവ് പറഞ്ഞത്. അതിന്റെ 13:5, 3-ാം അധ്യായത്തിന് 5. സോറി, 13:5 അല്ല, 3:5. അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചുകൊണ്ടും എന്നോടുകൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ള ഉടുപ്പ് ധരിക്കും. അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്നും മായ്ച്ചു കളയാതെ എന്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേർ ഏറ്റുപറയും. അപ്പൊ ഇവിടെ പറയുന്ന ഒരു കാര്യം, ഹല്ലേലൂയ, ഞാൻ എന്ത് ചെയ്യുന്നറിയോ? അവന്റെ പേര് ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ. അപ്പൊ അതിന് ആ വാക്യത്തിന് അർത്ഥമുണ്ട്. മായ്ച്ചു കളയാതെ എന്ന് പറഞ്ഞാൽ മായ്ക്കുന്ന ചില കാര്യങ്ങളുണ്ട് അവിടെ. പക്ഷെ മായ്ച്ചു കളയാതെ എന്ന് പറഞ്ഞപ്പോ ഇന്ന് പകൽ എന്നോട് കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്. ആമേൻ. ഹല്ലേലൂയ. ജീവപുസ്തകത്തിൽ നിന്ന് പേര് മായ്ക്കത്തില്ല. ജീവപുസ്തകത്തിൽ നിന്റെ പേര് കേറിയാൽ ഒരു കാര്യം സംഭവിക്കും, വേറെ ചില പുസ്തകത്തിൽ നിന്റെ പേര് മായ്ക്കും. അതായത് ഹല്ലേലൂയ, ഹോസ്പിറ്റലിൽ മാസാമാസം ചീട്ടെടുത്ത് മാസാമാസം കാശ് കൊടുത്ത് അവിടെയും പോയി സമയം കളയുന്ന ചീട്ടിനകത്തു നിന്റെ പേര് അവ മായ്ച്ചു കളയും. ജീവപുസ്തകത്തിൽ നിന്ന് പേര് മായ്ച്ചില്ലെങ്കിൽ വേറെ ചിലതിൽ നിന്ന് പേര് മായ്ക്കും. മാസാമാസം ബാങ്കിൽ ലോൺ കെട്ടി ലോൺ അടച്ച് എല്ലാ മാസവും നിന്റെ പേരിൽ പേപ്പർ വരുമെങ്കിൽ, നോട്ടീസ് വരുമെങ്കിൽ ആ നോട്ടീസിൽ നിന്ന് നിന്റെ പേരങ്ങോട്ട് മായ്ച്ചു കളയും. തോറ്റവന്റെ പട്ടികയിലാണ് നിന്റെ പേരെങ്കിൽ അതിനകത്തു നിന്റെ പേരങ്ങ് മായ്ച്ചു കളയും. ജീവപുസ്തകത്തിന്റെ പേര് മായ്ക്കാതെയും ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേര് എഴുതിയതാണെങ്കിൽ വേറെ ചില പുസ്തകത്തിൽ നിന്റെ പേര് ഇന്ന് രാത്രിയിൽ അവൻ വെട്ടുക. എത്ര പേര് ഇത് വിശ്വസിക്കുന്നു? രാത്രിയിൽ ജീവപുസ്തകത്തിൽ നിന്റെ പേര് എഴുതി ചേർക്കുമ്പോൾ വേറെ ചില പുസ്തകത്തിൽ നിന്ന് നിന്റെ പേര് വെട്ടിക്കളയുന്നു. അവൻ വാർദ്ധക്യത്തിലായി പോയവൻ, ബലമില്ലാതായി തീർന്നവൻ, തോറ്റവൻ, കടക്കാരൻ, ശാപം, കൊള്ളത്തില്ലാത്തവൻ, മുടിഞ്ഞവൻ, പൊട്ടൻ, ഒരു പ്രയോജനമില്ലാത്തവൻ, അനുഗ്രഹിക്കപ്പെടാത്തവൻ, ഒരു വിലയും നിലയും ഇല്ലാത്തവൻ. ആമേൻ. എന്തൊക്കെ പേര്, ഏതൊക്കെ പട്ടിക നിന്റെ പേരുണ്ടായിരുന്നോ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഇത് ഏറ്റെടുത്തോ. ആമേൻ. ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേര് എഴുതിയതോടുകൂടെ മറ്റു ചില പുസ്തകത്തിൽ നിന്റെ പേര് വെട്ടുക.
യെസ് അതിന്ന് രാത്രി എനിക്ക് നന്നായിട്ട് അറിയാം. ചിലർ നന്നായിട്ട് പ്രതികരിക്കുന്നുണ്ട്. എനിക്ക് വീഡിയോ ചിലർ ഓണാക്കിയിട്ടില്ല, പക്ഷെ എനിക്ക് നന്നായിട്ട് എനിക്കിവിടെ ആത്മാവിലിരുന്ന് കാണാൻ പറ്റും. ഹല്ലേലൂയ. ചിലപ്പോൾ ഒരുപക്ഷെ വീഡിയോ ഓൺ ചെയ്തവർക്ക് പ്രതികരിക്കുന്നതിനേക്കാളും ശക്തമായിട്ട് ഈ വീഡിയോ ഓൺ ആക്കാത്ത ചിലർ റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. അവരോട് ഇന്ന് രാത്രി പരിശുദ്ധം അവർ നിന്റെ വീട്ടിനകത്തൊരു തീ കത്തുന്ന ഒരു അനുഭവം, ഇന്ന് ദൈവാത്മാവിന്റെ വലിയൊരു അഭിഷേകം നിന്റെ വീട്ടിനകത്ത് പറഞ്ഞിട്ട് ഹല്ലേലൂയ ആമേൻ. ചില പുസ്തകത്തിൽ നിന്റെ പേര് വെട്ടിയിട്ട്, ചിലയിടത്തു നിന്റെ പേര് വെട്ടിയിട്ട് ഹല്ലേലൂയ ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേര് എഴുതിയതോടുകൂടെ ചിലതിനകത്തു നിന്റെ പേര് വെട്ടുന്നു. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. നീ കടക്കാരനല്ല, നീ നശിച്ചവനല്ല, നീ തകർന്നവനല്ല, നീ ശൂന്യനല്ല. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ പല ഭവനങ്ങളിലേക്കും അസാധാരണമായ ആത്മാവിന്റെ സാന്നിധ്യം വെളിപ്പെടുന്നു. ആമേൻ. ചില പുസ്തകത്തിൽ നിന്ന് ഹല്ലേലൂയ ഇന്ന് ആ സഹോദരന്റെ കാര്യം പറഞ്ഞില്ലേ, ഞാൻ യേശുവിന്റെ നാമത്തിൽ പറയാം, ആ നിയമരേഖയിൽ നിന്ന് അവന്റെ പേര് വെട്ടിക്കളഞ്ഞു. എവിടെയാണോ ഹല്ലേലൂയ ഏതിനകത്താണോ പെട്ടിരിക്കുന്നത് ആ പട്ടിക അവന്റെ പേര് വെട്ടുന്നു. താൽക്കാലികമായിട്ടുള്ള എന്നേക്കുമായി ദൈവത്തിന്റെ ഫേവർ അതിനുവേണ്ടി ഇറങ്ങി വരുന്ന യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ഹല്ലേലൂയ. എവിടെയാണോ ആമേൻ ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേരെഴുതി ചേർക്കുന്നതോടുകൂടെ മറ്റു ചില പുസ്തകത്തിൽ നിന്ന് പേര് വെട്ടുന്നു. ഇന്ന് രാത്രിയിൽ അത് സംഭവിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇന്ന് രാത്രിയിൽ യേശുവിന്റെ നാമത്തിൽ അത് അസാധാരണമായ നിലയിൽ ചിലത് സംഭവിക്കുന്നു. ഇന്ന് രാത്രിയിൽ ആമേൻ ഹല്ലേലൂയ ആമേൻ. ഗുണമില്ലാത്തവൻ, പ്രയോജനമില്ലാത്തവൻ, തൊഴിലില്ലാത്തവൻ, വരുമാനമില്ലാത്തവൻ, ഹല്ലേലൂയ ബിസിനസ് ഇല്ലാത്തവൻ, ശാപം പിടിച്ചവൻ, തകർന്നവൻ, മുടിഞ്ഞവൻ, കൊള്ളത്തില്ലാത്തവൻ, ബലമില്ലാത്തവൻ, ധൈര്യമില്ലാത്തവൻ, കഴിവില്ലാത്തവൻ, കുടുംബത്തിൽ പിറക്കാത്തവൻ, എന്തൊക്കെ പേര് നിനക്ക് പറഞ്ഞു ആ പേരിന്റെ ലിസ്റ്റിൽ നിന്ന് നിന്റെ പേര് വിട്ടിട്ട് ജീവപുസ്തകത്തിലേക്ക് നിന്റെ പേര് എഴുതി ചേർക്കുമ്പോൾ നിന്റെ പേര് ഹല്ലേലൂയ മറ്റെവിടെങ്കിലും ഉണ്ടെങ്കിൽ ആ ലിസ്റ്റിൽ നിന്ന് രാത്രി അതിനെ എന്റെ കർത്താവ് ചുരുട്ടിക്കൂട്ടിക്കളയാം. നിനക്ക് വിരോധവും പ്രതികൂലമായി എഴുതിയ കൈയെഴുത്ത് മായ്ച്ച് നിനക്ക് വിരോധവും പ്രതികൂലമായി എഴുതിയ കൈയെഴുത്ത് മായ്ച്ച് താങ്ക് യു ഹോളി സ്പിരിറ്റ്. അപ്പ നന്ദി കർത്താവ്. ഇന്ന് രാത്രിയിൽ നാഥ ഞങ്ങൾ ആർത്തു വിളിച്ചു പറയുന്നു, ഞങ്ങൾ സന്തോഷത്തോടെ വിളിച്ചു പറയുന്നു, ഞങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയതോടുകൂടെ മറ്റ് പലതിനകത്ത് ആ പേര് ആമേൻ മായ്ച്ചു കളഞ്ഞതിനായിട്ട് ഹല്ലേലൂയ നന്ദി കർത്താവേ. ഹല്ലേലൂയ. എബ്രായ ലേഖനത്തിൽ പറയുന്ന പോലെ അതെ ഹല്ലേലൂയ ജീവപുസ്തകത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യ ജാതന്മാർ അതേ കർത്താവേ ഹല്ലേലൂയ അങ്ങ് ആമേൻ ഹല്ലേലൂയ ആ ഓടി വന്ന് ശിഷ്യന്മാരോട് പറഞ്ഞല്ലോ, ഭൂതം നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് തന്നെ സന്തോഷിപ്പനെന്ന് അവരോട് പറഞ്ഞപ്പോ കർത്താവേ ഞങ്ങൾ നല്ലപോലെ വിശ്വസിക്കുന്നപ്പ ഹല്ലേലൂയ. എബ്രായ ലേഖനം 12:23 പറയുന്നു, സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യ ജാതന്മാർ അതേ കർത്താവ് ഞങ്ങളെ ആദ്യ ജാതന്മാരാ ജീവന്റെ പുസ്തകത്തിൽ ഞങ്ങളുടെ പേര് ഹല്ലേലൂയ ആദ്യ ജാതന്മാരുടെ പട്ടികയിൽ ആദ്യ ജാതന്റെ പേര് ഈക്വലായിട്ട് എന്റെ പേരും എഴുതി ചേർത്തതിനായ സ്തോത്രം കർത്താവേ. അപ്പാ ജയത്തെ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ഇനിമേൽ ഞങ്ങളുടെ വീട്ടിൽ ശാപമില്ല, എന്നിൽ ശാപമില്ല, എന്നിൽ രോഗമില്ല, എന്നിൽ ദാരിദ്ര്യമില്ല, എന്നിൽ കുറ്റബോധമില്ല, എന്നിൽ തകർച്ചയില്ല, എന്നിൽ ഭയമില്ല, എന്നിൽ അടിമത്വമില്ല, എന്നിൽ അപൂർണതയില്ല. ക്രിസ്തുവിന്റെ വാഗ്ദത്തത്തിന്റെ നിറവ് മാത്രം എന്നിൽ യേശുവിന്റെ നാമത്തിൽ ഇതിനെ വിളിച്ചു പറഞ്ഞ് സ്വീകരിക്കുന്നപ്പ പ്രഖ്യാപിക്കുന്ന കർത്താവേ യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ.